السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ യുവാക്കളാണ് സ്പോട്ട് ലൈറ്റിൽ അല്ലേ. നമ്മളുടെ ജോലി കാര്യങ്ങൾ, പഠനം കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ കൂടെ എന്തുകൊണ്ടോ നമുക്ക് നമ്മളുടെ ജീവിതവുമായി കൊണ്ട് സംതൃപ്തരാണോ എന്നുള്ളത് നമ്മളൊന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണോ എന്നുള്ളത് സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുന്നിടത്ത് പലർക്കും അതിനോടുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ജീവിതത്തിലെല്ലാം ഉണ്ട്. കാശുണ്ട്, സമയമുണ്ട്, വിദ്യാഭ്യാസം അത് നേടുന്നുണ്ട് അല്ലെങ്കിൽ നേടിയിട്ടുണ്ട്, നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ നല്ല ജോലി കിട്ടും, എല്ലാവരും പല പ്രതീക്ഷകളിലാണ്. എല്ലാവരും എന്താ പറയുക, ജീവിതം അങ്ങനെ പ്രത്യേകിച്ചൊരു നഷ്ടത്തിലാണ് എന്ന് തോന്നുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ കൂടെ എന്താണ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ലാത്തത്, എന്താണ് സംതൃപ്തി ഇല്ലാത്തത്, എന്തോ ഒരു മിസ്സിങ് ഉണ്ട് എന്ന് എപ്പോഴും പലർക്കും അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല. എല്ലാതും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിയുണ്ട്, വരുമാനമുണ്ട്, സമയമുണ്ട്, വണ്ടിയുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഒന്നില്ല. ഇത് എന്ന് പറയുന്നൊരു സംഭവം പലപ്പോഴും പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാറില്ല. അതെന്താണ് വിഷയം എന്നുള്ളത്. പലർക്കും ഈ ഒരു ഇത് എന്നുള്ളത്, ഞാൻ ഈ പറയുന്ന എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കൊരു സംതൃപ്തി തോന്നാത്തത് എന്നുള്ളത് പലപ്പോഴും പല ആളുകളും പലതും കണ്ടുപിടിക്കുകയാണ്. വൈകുന്നേരം നടക്കാൻ പോയി നോക്കുക, അല്ലെങ്കിൽ കളിക്കാൻ പോയി നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കൂട്ടുകാരുടെ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ട്, അപ്പോൾ കൂട്ടുകാരുടെ എണ്ണം കൂട്ടി വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകുന്നേരം കുറച്ചധികം സമയം വെറുതെ ഇരിക്കണുണ്ടെന്നെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയി വെക്കുക എന്നൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെ നമുക്ക് എന്തുണ്ട്, ഒരു ഫുൾഫിൽമെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടണുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് പലപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ലഭ്യമാവുന്നില്ലെന്നാണ് പലരുടെ അടുത്തൊന്നും നമുക്ക് സംസാരിക്കുമ്പോഴും, ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് പലരുമായിട്ടും സെഷൻസ് ഒക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവാറുള്ളത്. ഇവിടെ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് ആവുന്നത് എന്നുള്ളത് സ്പെസിഫിക്കലി ഒരു എലമെൻ്റ് എടുത്ത് പറയാൻ, ഇന്ന കാരണം കൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്ന് എടുത്ത് പറയാൻ പലർക്കും പറ്റാറുമില്ല. അത് കണ്ടുപിടിക്കാൻ അവർക്ക് സാധ്യമാവാറുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദുനിയാവിയായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. പിന്നെ എന്താണ് ഇല്ലാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം പലർക്കും പല സമയത്തും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മളൊരു ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ളത് ഒരു ഫിത്രത്തിൽ പെട്ടൊരു സംഭവമാണ് അല്ലേ. റബ്ബ് നമ്മൾ എന്തിനാണ് ഈ ഒരു ലോകത്തോട്ട് പടച്ചു വിട്ടത് എന്നുള്ളതിൽ എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്താണ് എന്നുള്ളതിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്നവർക്ക് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് ഈ സംതൃപ്തി ഉണ്ടാവില്ല. എന്താണ് നമ്മൾ ഈ ലോകത്തോട്ട് വന്നിരിക്കുന്ന ഒരു പർപ്പസ്, എന്താ ലക്ഷ്യം, നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്താ, ഞാൻ എന്താ എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നല്ലൊരു കുടുംബജീവിതം നയിക്കണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു വരുമാനം, കേട്ടാൽ ഒരു മോശമില്ല എന്ന് തോന്നുന്ന ഒരു വരുമാനം ഉണ്ടാവണം, ഇന്ന വണ്ടി വേണം അല്ലേ, അല്ലെങ്കിൽ ഇത്ര മക്കൾ വേണം, എൻ്റെ കുടുംബം കൊണ്ട് ഞാൻ ഇങ്ങനെ ആവണം, എൻ്റെ മക്കളെ ഇങ്ങനെ ആക്കണം. ഇതൊക്കെയാണ് പലപ്പോഴും എന്താവാറ്, ജീവിതത്തിലത്തെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, മുന്നിൽ കാണാറ്. ഇതെങ്ങനെയാണ് ലക്ഷ്യങ്ങൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, പല റോളുകളിൽ ജീവിക്കുന്ന ആളുകളാണ്. അതായത് ഞാനെന്നൊരു വ്യക്തി എന്തുണ്ട്, ഞാൻ പടച്ചോൻ്റെ ഒരു അടിമയാണ്, അതേപോലെ തന്നെ ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു വാപ്പയാണ്, ഞാനൊരു മോനാണ്, ഞാനൊരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമുദായത്തിലത്തെ ഒരു അംഗമാണ് എന്നുള്ള നിലയ്ക്ക് പല റോളുകളും എനിക്കുണ്ട് അല്ലേ. ഈ ഓരോ റോളുകളിലും നമുക്ക് ഓരോ ലക്ഷ്യം ഉണ്ടാവാറുണ്ട്. ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവും. അതേപോലെ തന്നെ ഞാനെന്ന വാപ്പാക്ക് എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് അല്ലേ. ഞാനെന്ന ഭർത്താവിന് എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്.
അതേപോലെ തന്നെ ഇത് ഓരോ റോളിലും നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ എന്ന ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഞാൻ എന്നൊരു ജോലിക്കാരൻ എന്തുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിന്റെ പിന്നാലെയാണ് പലപ്പോഴും എന്താവാറ്, ആൾക്കാർ പൊക്കോണ്ടിരിക്കാറ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുൾഫിൽമെന്റ് എന്തോ ഒന്നില്ല, ജീവിതത്തിൽ എന്തോ ഒന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പലർക്കും എന്ത് ചെയ്യാറുണ്ട്, തോന്നാറുണ്ട്. ഇപ്പം അടുത്തിടെ എനിക്കൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ദുബായിലൊക്കെയാണ്. ആളെ ജീവിതത്തിൽ എല്ലതും ഉണ്ട്. ആൾക്കൊരു മാസം ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപയോളം എന്ത് വരുന്നുണ്ട്, വരുമാനം വരുന്നുണ്ട്. മക്കളുണ്ട്, 4-5 പേര് മക്കളുണ്ട്, ഭാര്യ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയുക, ജോലി സ്ഥലത്തും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ ഒന്നില്ല ജീവിതത്തിൽ. ഞാൻ അങ്ങനെ രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തോ ഒരു നിരാശയാണ്, മൊത്തത്തിൽ എവിടെയോ ഒരു സന്തോഷം ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. എപ്പോഴും മനസ്സിന് തൃപ്തി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോണ്. നമ്മളും പലപ്പോഴും നമ്മൾ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മൾ കുടുംബക്കാരടുത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയല്, പലപ്പോഴും സുഖാണെന്ന് പറയാൻ തോന്നാറുണ്ടോ? റാഹത്താണ് അൽഹംദുലില്ലാ അങ്ങനെ പറയലുണ്ടോ? ഇല്ലല്ലോ. നമ്മളെന്താ പറയാ, അങ്ങനെയൊക്കെ പോണ്, കുഴപ്പമില്ല. ഇതുമ്മ നിക്കൽ എന്തല്ലാത്ത നമുക്കിത് ഈ ഉത്തരം കിട്ടാൻ എന്തല്ലാത്ത നമുക്ക് നമ്മളെ ജോലി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനൊക്കെ പോണ് എന്നുള്ള ഒരു മറുപടിയിൽ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ എന്തൊക്കെയോ എന്തുണ്ട്, ഒരു ശൂന്യത നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിലോട്ട് നമ്മളെ കൂട്ടിച്ചേർക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ല. നല്ലൊരു ഭർത്താവാവലും നല്ലൊരു ഉപ്പയാവലും നല്ലൊരു ജോലിക്കാരനാവലും ഒക്കെ എന്താണ്, റബ്ബ് നമുക്ക് തന്ന ഒരു പ്രധാനമായിട്ടൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എല്ലാം, അല്ലേ? പക്ഷെ നമ്മൾ ആ ഒരു പ്രൈമറി ഗോളിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, നിൽക്കാറില്ല. എന്താ ആ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താ? ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താ? റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച നല്ലൊരു അടിമയായി ജീവിച്ച് നാളെ പരലോകത്ത് എന്ത് ചെയ്യുക, സ്വർഗം നേടുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്ന ഒരു അടിമയായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ജീവിതം കൊണ്ട് നമ്മൾ ശരിക്കും ലക്ഷ്യമാക്കേണ്ടത്, അല്ലേ? എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നല്ലൊരു ഉപ്പയാവുക, നല്ലൊരു ഭർത്താവ് ആവുക, നല്ലൊരു കുടുംബം നയിക്കുക, ഇന്ന വണ്ടി വാങ്ങുക, ഇതൊക്കെ ഡയറക്റ്റ്ലി ഈ നല്ലൊരു അടിമ ആവുക എന്നുള്ളതിലോട്ട് നമ്മൾ എത്തുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പം ഇതാരാ പറയല്, എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുത്തൊരു സ്നേഹം കിട്ടുന്ന രീതിയിൽ, ഒരു തൃപ്തി നേടാൻ കഴിയുന്ന രീതിയിൽ ഒരു അടിമ ആവാൻ പറ്റണം എന്നുള്ളത് ഈ ഒരു എന്താ പറയുക ഏജ് ഗ്രൂപ്പിലുള്ള, ഇത് ഏകദേശം ഒരു 20 വയസ്സ് മുതൽ ഒരു 35-40 വയസ്സിൻ്റെ ഇടയിലുള്ള നമ്മൾ യുവാക്കൾ എന്ന് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു കൂട്ടം ആളുകളിൽ ആരാ അത് പറയല്, എനിക്ക് റബ്ബിൻ്റെ തൃപ്തിയാണ് വേണ്ടത്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണെന്നുള്ളത് ആരാ പറയല്? ഇവിടെ എന്തുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുൾഫിൽമെൻ്റ് ഇല്ലാത്തത്, എന്തോ ഒരു ശൂന്യത ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആശയങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ചിന്താ രീതികളും നമ്മളുടെ പ്രവർത്തനങ്ങളൊന്നും എന്തല്ല, നമ്മളുടെ ആത്യന്തികമായിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് എന്ത് ചെയ്യുന്നില്ല, എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തിക്കാത്ത പ്രവർത്തനം പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക? സൈക്കോളജിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർപ്പസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സ് നമുക്ക് പോകുന്നതാണ്. അതായത് ഇസ്ലാമിക് സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർപ്പസ് ഇല്ല എങ്കിൽ, അതായത് ഒരു ലക്ഷ്യം ഇല്ല എങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സ് നമുക്ക് പോകും. എന്താ നമ്മളുടെ ഈ ഒരു ഭൗതിക ജീവിതത്തിൽ എന്താ ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സ്? എന്താ? തിന്മകൾ, അല്ലേ? പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള കാണാൻ പാടില്ലാത്തത് കാണുക, അതല്ല എങ്കിൽ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക, ചെല്ലാൻ പാടില്ലാത്ത ബന്ധങ്ങളിലോട്ട് എന്ത് ചെയ്യുക, പോവുക. ഇങ്ങനെ പലതും എന്ത് ചെയ്യാറുണ്ട്, തിന്മകളായിട്ട് മാറാറുണ്ട്. എന്തുകൊണ്ടാണ് തിന്മകളിലോട്ട് പോണേ? എന്തുകൊണ്ടാണ് ഈ ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സിലോട്ട് നമ്മൾ പോണേ? നമുക്ക് എന്തില്ല, ഈ ഒരു ലക്ഷ്യത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യ നിർവഹണത്തിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എനിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ഇവിടെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഞാനൊരു ചെറിയൊരു തിന്മ ചെയ്യും, ചെറിയൊരു കുറ്റം ഞാൻ ചെയ്യും, പടച്ചോൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു തിന്മ എന്ത് ചെയ്യും,
ഞാൻ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഫിത്രത്തിൽ നിന്ന് എന്താണ്? വിപരീതമാണ്. ആ ഫിത്രത്തിൽ നിന്ന് വിപരീതമായതുകൊണ്ട് എനിക്ക് എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും അല്ലേ? ഈ കുറ്റബോധം എനിക്ക് നേരെ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ കാണുമോ? നേരെ കാണുമോ? ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തില്ല, അസർ സ്കരിച്ചില്ല, സമയമല്ല വിട്ട്. ഇപ്പം എന്ത് ചെയ്ത്? നമുക്കൊരു കുറ്റബോധം ഉണ്ട് ആ സമയത്ത്. എന്നാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മളത് നോക്കുമോ? ഇല്ല. ഈ കുറ്റബോധം എന്ത് ചെയ്യും? അവിടെ മനസ്സിലിങ്ങനെ അടിയും. എന്നിട്ടോ അടുത്ത സമയത്തും ഈ ഒരു പർപ്പസിലോട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലോട്ട്, അതിൻ്റെ നിർവഹണത്തിലോട്ട് നമ്മൾ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ ചിട്ടയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, ആ ഒരു രീതിയിലായിരിക്കുമല്ലോ നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തിന്മകൾ കയറി വരുന്ന ഒരു രീതി ഉണ്ടാവും. അതിൽ ഓരോ കുറ്റബോധം ഉണ്ടാവുന്ന സമയത്തും എന്തുണ്ട്? ഓരോ തിന്മ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് എന്തുണ്ട്? ഒരു കുറ്റബോധം ഉണ്ട്. എന്താണ് ഈ തിന്മ? തിന്മ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ നമുക്ക് തിന്മ? അതിനൊരു നമ്മളൊരു വിശദീകരണം കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും അതിനെ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ എളുപ്പമുള്ള ഒരു വിശദീകരണം തിന്മ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക് വകുരിഹത അൻ യത്ലഅ അലൈഹി നാസ്. ഇത്രയുള്ളൂ. മാ ഹാക ഫീ സദ്രിക്. നിന്റെ മനസ്സിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും തിന്മ. അതേപോലെ തന്നെ വകരിഹത അൻ യത്ലഅ അലൈഹി നാസ്. നമ്മൾ ചെയ്തു എന്ന് മറ്റൊരു വ്യക്തിയോട് നമുക്ക് പറയാനെന്നുണ്ടാവും, ഒരു വെറുപ്പുണ്ടാവും. ഞാൻ ഇന്ന് അസ്ർ നിസ്കരിച്ചില്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതെന്താ? അതൊരു തിന്മ ആയതുകൊണ്ടാണ്. ഞാൻ ഇന്നത് കേട്ടു, ഞാൻ ഇന്നത് കണ്ടു എന്നുള്ളത് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒരു രണ്ടാമത്തെ ഒരാളോട്? അതെന്താണ്? അത് തിന്മ ആയതുകൊണ്ടാണ്. നമ്മളത് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റബോധം. ഈ കുറ്റബോധം ഉണ്ടാവുന്ന എല്ലാം എന്താണ്? ഭൂരിഭാഗം സമയത്തും തിന്മകളാണ് അല്ലേ? ഈ തിന്മകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ മുഴുകാറുള്ളത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? നമ്മളുടെ ലക്ഷ്യങ്ങളിലോട്ട്, നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ നിർവഹണത്തിലോട്ട് നമ്മൾ പോകുന്ന രീതിയിലായിരിക്കില്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ചിട്ട നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തിന്മകൾ കയറിക്കൂടുന്ന, ഒരുപാട് ആവശ്യമില്ലാത്ത സമയങ്ങൾ, ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മുഴുകേണ്ടി വരികയാണ്. ഈ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു കുറ്റബോധം കയറി വരികയാണ്. ഈ കുറ്റബോധം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഫിഫീനിൽ പറയുന്നത് നമുക്ക് കാണാം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അതെ, അവരവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കളങ്കം കളങ്കം വന്ന് നിറഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് മുത്തഫിഫീൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കേണ്ട 14-ാമത്തെ ആയത്തിൽ. എന്താണ് പറയണത്? ഈ തിന്മകൾ ചെയ്ത് കുറ്റബോധങ്ങൾ വന്ന് തിന്മ ചെയ്ത് പിന്നെയും കുറ്റബോധം വന്ന് തിന്മ ചെയ്ത് പിന്നെയും കുറ്റബോധം വന്ന് അവസാനം നമ്മളുടെ ഹൃദയം എന്ത് ചെയ്യും? കറക്കും. പിന്നെന്ത് ചെയ്യൂല? കുറ്റബോധം തോന്നൂല. എന്തുകൊണ്ടാണ് ഈ ഒരു കുറ്റബോധം തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഒരിക്കൽ ചെയ്തൊരു തിന്മയിൽ ആദ്യം നമ്മൾ ശീലമാക്കിയ തിന്മയുടെ തുടക്കത്തിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മോശം ശീലമായി ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു തിന്മ, ഇപ്പം ഉദാഹരണത്തിന് പുകവലിക്കുക. ആദ്യമായി പുകവലിച്ചൊരു ദിവസം എന്തുണ്ട്? നല്ല കുറ്റബോധം ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടക്കേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വീട്ടിലെങ്ങനെ പറയാ, മറ്റാളോട് എങ്ങനെ പറയാ, ഞാൻ എന്താ ചെയ്ത് എന്നുള്ള ഒരു കുറ്റബോധം ഇങ്ങനെ ഓടിയിട്ടുണ്ടാവും. എന്നാൽ പിറ്റേ ദിവസം ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വലിക്കും. പിന്നെ ഒരാഴ്ച അങ്ങനെ പോകും. പിന്നെ കുറ്റബോധം ഉണ്ടാവുമോ? പിന്നെ കുറ്റബോധം ഉണ്ടാവില്ല. എന്തേ? അപ്പത്തിനും ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളെ മനസ്സ് കട്ടിയായിട്ടുണ്ടാവും. ഈ കട്ടിയാവുന്നതിൽ എന്തുണ്ടാവില്ല? പിന്നെ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. എന്നാൽ നമ്മളുടെ ഡീപ്പ് ഇൻസൈഡ്, നമ്മളുടെ ആ ഹൃദയത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് അറിയാം ഞാൻ ചെയ്തത് എന്താണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യാറില്ല, കുറ്റബോധത്തിൽ മുഴുകാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്തുണ്ടാവാറുണ്ട്? നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് എന്താണ്, തെറ്റാണ്. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തില്ല, എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ, ഇടയ്ക്ക് ഏതെങ്കിലും ആയത്ത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും, ഞാനത് ചെയ്തത് എന്തല്ല, ശരിയല്ല എന്നുള്ളങ്ങനെ ഓർമ്മ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിതൊക്കെ ഇങ്ങനെ കുറ്റബോധമായിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വീണ്ടും മറക്കും എന്നുള്ളതാണ്. ഇതെന്ത് ചെയ്യും? നമുക്ക് നേരത്തെ ഞാൻ ആദ്യമായി സൂചിപ്പിച്ച ശൂന്യത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്.
ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തിന്മകൾ വരുന്നുണ്ട്. നമ്മൾ ചെറുതാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടുന്ന തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിനമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറ്റബോധങ്ങൾ ഞാൻ മനസ്സിലാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അടിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, എല്ലാതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സമയമുണ്ട്, ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കാണ് പോകുന്നത്, എന്നിട്ട് കൂടെ എന്തോ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ശൂന്യതയാണ്. ഈ ശൂന്യത എന്നുള്ളത് ഇത് എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്മകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് തിന്മകൾ വരാറ്? 3 തരത്തിലാണ് തിന്മകളുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഖുറാനിൽ നമുക്ക് കണ്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ഷഹവത്തിലെ. എന്താണ് ഷഹവത്തിലൂടെ ഉണ്ടാവുന്ന തിന്മകൾ? എന്തൊക്കെയാണ്? നമ്മളെ ബന്ധങ്ങളിൽ ഷഹവത്ത് ഉണ്ടാവും അല്ലേ, ബന്ധങ്ങളിൽ ഷഹവത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പല പുകവലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്ന പോലത്തെ ഒരു അഡിക്ഷനിൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ഷഹവത്ത് കാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലതിലും ചെന്ന് വീഴാറുണ്ട്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തുള്ള എന്തെങ്കിലും ടെംപ്ടേഷൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷഹവത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് എന്താണ്, ടെംപ്ടേഷൻസ് ആണ്. ഈ ഷഹവത്തിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും തിന്മയിലോട്ട് നമ്മൾ എത്താറുണ്ട്. അതുപോലെ തന്നെ കിബിർ കാരണം എന്ത് ചെയ്യാറുണ്ട്, പലരും തിന്മകളിലോട്ട് എത്തും. എന്താ കിബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഹങ്കാരം അല്ലേ. അഹങ്കാരം കൊണ്ട് നമ്മളെന്തോ ഭയങ്കര സംഭവമാണ്, ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, ഇതിൻ്റെ അപ്പുറത്തുള്ളവരൊന്നും എന്തല്ല, ഇതിൻ്റെ സംഭവം ഒന്നുമല്ല, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നുള്ളതിൽ എന്തുണ്ട്, ചെറിയൊരു കിബിറുണ്ട്. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ കിബിറുണ്ട്. ഈ കിബിർ കൊണ്ട് എന്തുണ്ടാവും, തിന്മകൾ ഒരുപാട് സംഭവിക്കും. ഞാനാണ് സംഭവം എന്നുള്ളിടത്ത് എന്തുണ്ട്, പടച്ചോൻ പറഞ്ഞാൽ കേൾക്കാൻ തോന്നുമോ? ഹദീസി പറഞ്ഞാൽ കേൾക്കാൻ തോന്നുമോ? എവിടെയെങ്കിലും യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരും? ഇല്ല. കാരണം എന്താ, ഓൻ പറഞ്ഞോട്ടെ, ഞാനാണ് എന്ത് സംഭവം. അത് കാരണം എന്ത് ചെയ്യും, അത്യാവശ്യം തിന്മകൾ അതിലൂടെ തന്നെ എന്ത് ചെയ്യും, വരും. പിന്നെയെന്ന് പറയുന്നത് ഗഫ്ലത്താണ്. ഗഫ്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് അശ്രദ്ധ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അശ്രദ്ധരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലവട്ടം തിന്മകളിലോട്ട് പോകാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അസുരസ്കാരം എന്ത് ചെയ്തു, ഒഴിവാക്കി, സമയമില്ല, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതേപോലെ പടച്ചോനുള്ള ദിക്ർ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ദിക്ർ ഒഴിവാക്കുന്നുണ്ടാവില്ല, തിന്മയാവില്ല. പക്ഷെ ദിക്ർ ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ അത് തിന്മയിലോട്ട് എത്തും എന്നുള്ളതാണ്. അപ്പം ഷഹവത്ത്, അതേപോലെ തന്നെ കിബർ, അതേപോലെ തന്നെ ഗഫ്ലത്ത്, ഈ 3 സാധനം എന്ത് ചെയ്യും, തിന്മകളിലോട്ട് എത്തിക്കും. അല്ലെങ്കിൽ ഇത് തിന്മയാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമുക്ക് ഷഹവത്ത് കാരണം നമുക്ക് എന്തെങ്കിലും തിന്മ സംഭവിക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ടെംപ്ടേഷൻ കാരണം, എന്തെങ്കിലും ഒരു അഡിക്ഷൻ കാരണം, എന്തെങ്കിലും ഒരു ഇച്ഛ കാരണം നമുക്ക് എന്തെങ്കിലും തിന്മ സംഭവിക്കുന്നുണ്ടോ നമ്മൾ നോക്കുക. നമ്മളുടെ എന്തെങ്കിലും ഒരു കിബിർ കാരണം നമുക്ക് എന്തെങ്കിലും തിന്മ സംഭവിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇനി അതല്ല, അശ്രദ്ധ കാരണം നമുക്ക് എന്തെങ്കിലും തിന്മ സംഭവിക്കുന്നുണ്ടോ നോക്കാം. ഈ അശ്രദ്ധ കാരണം ഉണ്ടാവുക എന്ന് പറയുന്നത് തിന്മ സംഭവിക്കുക എന്നുള്ളതല്ല, നന്മ ഒഴിവാവുകയും ചെയ്യും അല്ലെ. അശ്രദ്ധ കാരണം തിന്മ സംഭവിക്കുക എന്നുള്ളത് മാത്രമല്ല നടക്കുക, നന്മ ഒഴിവാവുകയും ചെയ്യും. അതായത് നമ്മൾ നമസ്കാരം കഴിഞ്ഞ് എന്നിട്ട് പോയി, എന്താണ്, അശ്രദ്ധയാണ് അല്ലേ. അവിടെ എന്തുണ്ട്, 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് എന്തുണ്ട്, സുന്നത്ത് നമസ്കാരം ഉണ്ട്. സമയമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ, ശ്രദ്ധിച്ചില്ല. അതങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, നമുക്ക് ഈ ഒരു ഗഫ്ലത്ത് കാരണം കുറെ നന്മകൾ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളുടെ ലക്ഷ്യ നിർവഹണത്തിലേക്ക് ഈ 2 റക്അത്തോ 4 റക്അത്തോ സുന്നത്ത് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല അല്ലേ. അതിലോട്ട് എന്ത് ചെയ്യണില്ല, ഇത് സംഭാവന ചെയ്യണില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഒഴിവാക്കിയാൽ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഫിത്രത്തിൽ എന്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെന്താണ്, തിന്മ ആയതുകൊണ്ടാണോ? അല്ല, ഒരു നന്മ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത് ഞാൻ മനസ്സിലാക്കും. ഇത് ഞാൻ നിസ്കാരം കഴിഞ്ഞ് നടന്നു പോയി ഏതെങ്കിലും കടയിൽ കയറി ഇതിനിടക്കൊക്കെ ഞാൻ അത് ആലോചിക്കും, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഇത് മനസ്സിൽ എന്ത് ചെയ്യുള്ളൂ, അടിഞ്ഞിങ്ങനെ കൂടുള്ളൂ. ഇതെന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശൂന്യത ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ ശൂന്യത മാറ്റാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തിന്മകൾ കുറക്കാൻ, അതേപോലെ തന്നെ നന്മകളിൽ മുന്നേറാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കുറച്ച് കവചങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ഡിഫൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഡിഫൻസ് ആയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുനനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ഇണ എന്നുള്ളത്, ഭാര്യ അല്ലെ. എന്തുകൊണ്ടാണ് ഭാര്യ എന്നുള്ളത് ഒരു കവചമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത്? നമുക്ക് അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മളുടെ ദീനിന്റെ പകുതിയാണ് എന്ത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, നമ്മളുടെ ദീനിന്റെ പകുതി തീരുമെന്ന് നമുക്ക് കാണാം. എന്താണ് ഈ ദീനിന്റെ പകുതി തീരുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തായി,
ഈ തിന്മകളിൽ നിന്നെല്ലാം, ഈ ഇച്ഛകളിൽ നിന്നെല്ലാം, ഈ ശഹവത്തുകളിൽ നിന്നും, ഈ എന്താ പറയുക, നമ്മളുടെ തിന്മ ഒരു ചാനൽ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം എന്തുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കല്യാണം കഴിയുന്നതിലൂടെ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ദീനിന്റെ പകുതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇണയെ കുറിച്ചിട്ട് എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്? ومن آياته خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അസ്വാജ ലിതസ്കുനു ഇലൈഹ, സക്കീനത്ത് ഉണ്ടാവാനാ. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് എന്ത് ചെയ്യാനാണ്, സമാധാനം അടിയാനാണ്. വജഅല ബൈനകും മവദ്ദത വറഹ്മ, നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്നേഹവും കരുണയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. എന്താണ് നമ്മളൊരു കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവണേ? അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു സമാധാനം ഉണ്ട് അല്ലെ. സമാധാനത്തിന് വേണ്ടിയിട്ട് ആളിലോട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഇണയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേർന്ന് അലിയാം. അതുപോലെ തന്നെ എന്തുണ്ട്, മവദ്ദത്തും ഉണ്ട്, റഹ്മത്തും ഉണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്. ഇനി നേരത്തെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾക്കൊരു ശൂന്യത എന്തുണ്ട്, അതിവിടെ തീരും. നമുക്കിവിടെ ഒരു സംതൃപ്തി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഈ ശൂന്യത നമുക്ക് മാറ്റും. എങ്ങനെയാണെങ്കിൽ, ദീന് പറഞ്ഞ കോലത്തിലാണെങ്കിൽ, ദീന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തുണ്ട്, ആ ശൂന്യത നമുക്ക് മാറും. ഇല്ലെങ്കിലോ, നല്ല ഭാര്യയാണ്, ഭാര്യ നല്ലതാണ്, കുടുംബം നല്ലതാണ്, ശൂന്യത ഉണ്ടോ? ഉണ്ട്, ദീന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ അടിസ്ഥാനത്തിൽ, പറഞ്ഞതിൽ വെച്ചിട്ടാണ് നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതിൽ എന്തുണ്ട്, നമുക്ക് ഈ പറഞ്ഞ ശൂന്യത മാറിക്കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 തിന്മകളിലോട്ടുള്ള എന്തുണ്ട്, വാതിലുകൾ നമുക്ക് എന്ത് ചെയ്യും, അടച്ചു കിട്ടും. എങ്ങനെയാണ് ഈ വാതിൽ അടച്ചു കിട്ടണേ? ഇങ്ങനെയാണ് വാതിലുകൾ അടച്ചു കിട്ടണേ. ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് എന്തുണ്ട്, കല്യാണം കഴിയുമ്പം അല്ലെങ്കിൽ ഒരു ഇണയെ നമുക്ക് കിട്ടുമ്പോൾ എന്തുണ്ട്, നമുക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടും. എന്താ, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, ചെന്ന് ഡംപ് ചെയ്യാൻ എന്തുണ്ട്, ഒരു സ്ഥലം ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് സൊല്യൂഷൻസ് ഒന്നും തരാതെ കേട്ടിരിക്കാൻ ഒരാൾ അല്ലെ. ഇന്നത്തെ ഒരു യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ എന്താവുന്നതാണ്, നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കേട്ടിരിക്കാൻ ഒരാൾ. ഒരുപാട് സ്ട്രെസ് ഉണ്ട് അല്ലേ. ജോലി സ്ഥലത്ത് പ്രശ്നം, പഠിക്കുന്നവർക്ക് പ്രശ്നം, കുടുംബത്ത് പ്രശ്നം, സാമ്പത്തികമായിട്ട് പ്രശ്നം, ഒക്കെ പ്രശ്നമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ എവിടെയുള്ളത്? പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ പ്രശ്നങ്ങളും. ഇത് ചെന്നൊന്ന് പറയാൻ ഒരാളില്ല അല്ലെ. എന്തുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗത്തിലൂടെ നമ്മളൊരു ദാമ്പത്യത്തിലോട്ട് കടക്കുന്നിടക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താ അടുത്തൊരു ഗുണം എന്താ, നമുക്ക് എന്തുണ്ട്, നമ്മളുടെ ദീനിൽ വളർച്ച ഉണ്ടാവും അല്ലെ. ദീനിൽ നമുക്ക് വളർച്ച ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇന്ന നിസ്കാരം നേരം വഴുകുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ട്. ഇന്ന നോമ്പുണ്ട് കേട്ടോ, ഇന്ന നോമ്പുണ്ട്, തിങ്കളാഴ്ച വേണമെങ്കിൽ നോമ്പെടുത്തോട്ടോ എന്ന് പറയാൻ നമുക്ക് എന്തുണ്ട്, ഒരാളുണ്ട്. രാത്രി തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കാൻ എന്തുണ്ട്, ഒരാളുണ്ട്. നമുക്ക് ദീനീപരമായിട്ടുള്ള എന്തുണ്ട്, ഒരു വളർച്ച നമുക്ക് ദാമ്പത്യത്തിലൂടെ കിട്ടും എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ദുനിയവി ആയിക്കോട്ടെ, ആഖിറത്തി, നമ്മുടെ ദീനിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചർച്ച ചെയ്യാൻ ഒരാളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഈ പറഞ്ഞതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകുന്ന രീതിയിലുള്ള തിന്മകളുടെ ഒരു കൂമ്പാരത്തിലൂടെ നമ്മൾ ചെന്ന് പോവോ? ഇല്ല. നമ്മളുടെ ഇണ നമുക്കൊരു കവചമായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ദീനിൽ നമുക്ക് വളർച്ച ഉണ്ടാവുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വലായിട്ട് ഈ കാര്യങ്ങൾ ഉപദേശിക്കുകയും അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അവിടെ ഒരു വളർച്ച സംഭവിക്കും എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു എലമെന്റ് എന്ന് പറയുന്നത്, നമുക്ക് ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ലൈംഗികമായിട്ടുള്ള ഇച്ഛകൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ ഒരിടം അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അവൻ്റെ 2 ചുണ്ടുകൾക്കിടയിലുള്ളതും 2 കാലുകൾക്കിടയിലുള്ളതും അവൻ സംരക്ഷിക്കുകയാണെങ്കിൽ, സൂക്ഷിക്കുകയാണെങ്കിൽ അവനെ ഞാൻ എന്ത് ചെയ്യും, സ്വർഗം വാഗ്ദാനം ചെയ്യുമെന്നുള്ളതാണ്. ഒന്ന് നാവും, ഒന്ന് നമ്മളുടെ ഗുഹ്യാവയവമാണ് അല്ലെ. നാവ് സംരക്ഷിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലെ.
നമ്മൾ തന്നെ തീരുമാനിക്കണത് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത്. തിന്മകളിലോട്ടുള്ള ഒരു വലിയ വാതിലാണല്ലോ. അതേപോലെ തന്നെ എന്തുണ്ട്, രണ്ട് കാലുകൾക്കിടയിലുള്ളതും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ദാമ്പത്യത്തിലോട്ട് കടക്കുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാവുന്ന ഇച്ഛകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാത്രം കിട്ടുന്നുണ്ട്. എന്ത്, അത് പ്രോപ്പറായിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തിന്മകളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ടത് എന്താ, ഷഹവത്ത് അല്ലെ. ഈ ഷഹവത്ത് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷഹവത്തിൽ എന്തുണ്ട്, നമുക്ക് ലൈംഗികമായിട്ടുള്ള ഇച്ഛകൾ എന്തുണ്ട് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും രീതികൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഇച്ഛ പൂർത്തീകരിക്കും. ഇല്ലെങ്കിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. രണ്ടും നമ്മളുടെ ദീനിൽ എന്താണ്, ഹറാമാണ്. രണ്ടും ദീനിൽ ഹറാമാണ്. എന്നാലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായക്കാരെന്ത് ചെയ്യാറുണ്ട്, ഇതിനൊക്കെ ന്യായീകരണങ്ങൾ എന്ത് ചെയ്യാണ്, കണ്ടെത്താണ്. എന്തുണ്ട്, ഒരു മറ്റേ ഉസൂലുൽ ഫിഖിന്റെ എന്തൊക്കെയോ ഉസൂലുകൾ എന്തൊക്കെയോ ചില അടിസ്ഥാനങ്ങൾ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരു വലിയ തിന്മേനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ തിന്മ ചെയ്യാന്ന്. എന്താണ്, വലിയ തിന്മേനെ ഇല്ലാതാക്കാൻ, എന്താണ്, സിന പോലെയുള്ള വലിയ തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ തിന്മ ചെയ്യാണ് എന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണം. ഇത് ആർക്കാണ് ഈ ഒരു നിയമം, അടിസ്ഥാനം, വ്യവസ്ഥ എന്തിനാ കൊണ്ടുവന്നിട്ടുള്ളത്, തിന്മകളിലോട്ട് അത്രയും ഇച്ഛ ഉണ്ടാവുന്ന സമയത്ത് അതിനെ കർമ്മശാസ്ത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉസൂലാണത്. നമുക്കത് ഡെയിലിയുള്ള ഉപയോഗിക്കാനാണോ? നമ്മളിത് ഡെയിലി ഇത് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തിന്മയിൽ മുഴുകാനാണോ? അല്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ വലിയൊരു സംഭവത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെന്നേ, ചെറുതും ചെയ്യാൻ പറ്റൂല. ചെറുതും എന്താണ്, തിന്മ തന്നെയാണ്. വലുത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പോലെ തന്നെ ചെറുതും എന്താണ്, തിന്മ തന്നെയാണ്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുക എന്നുള്ളതുണ്ടോ? ഇല്ല. അതെങ്ങനെ വരുന്നുള്ളൂ, നമുക്ക് ആ വലുതിലോട്ട് അത്രയും ടെംപ്ടേഷൻ ഉണ്ട് എങ്കിലാണ് ഇത് വരുന്നുള്ളൂ. ഇവിടെ എന്തല്ല, അങ്ങനെ ഉണ്ടായിട്ടല്ല ഇവർ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പലപ്പോഴും അതിലോട്ട് ഇച്ഛണ്ടായിട്ടല്ല, വെറുതെ ഒരു ഷഹവത്താണ്, സമയം കളയാൻ വേണ്ടി അല്ലേ. രാത്രി കുറെ നേരം ഉണ്ട്, ഇനി അതിനെന്ത് ചെയ്യാണ്, ടൈം പാസിന്, ഒരു പ്ലഷർ എപ്പോഴാണ് സീക്ക് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴാണ് ഈ ഒരു താൽക്കാലികമായിട്ടുള്ള പ്ലഷേഴ്സിൻ്റെ പിന്നാലെ പോവുക? നമുക്കൊരു പർപ്പസ് ഇല്ല വെച്ചെങ്കിൽ. ഇതുകൊണ്ടാണ് ഈ തിന്മയിൽ എന്ത് ചെയ്യണേ, ഒരു മുഴുകുന്നത്. എന്നിട്ട് ഇതിനൊരു ന്യായീകരണം എന്ത് ചെയ്യും, പറയുകയും ചെയ്യും, മറ്റൊരുത്തോട്ട് പോവാതിരിക്കാനാണ് എന്നുള്ളത്. ഇതെന്ത് ചെയ്യും, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഷഹവത്തുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ദാമ്പത്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കവചമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ജീവിതചര്യയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, മരണത്തിനെ എന്ത് ചെയ്യുക, ഓർക്കുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്നു മാജയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജയിൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അല്ലെ. ലദ്ദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ എന്നാണ് ലദ്ദാത്തിൻ്റെ അർത്ഥം. ഈ എന്താ പറയുക, നമ്മളുടെ ഈ പ്ലഷേഴ്സിനെ കൊല്ലുന്ന ഒരു കാര്യമായ മരണത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് മരണത്തെ ആ ഒരു നിലക്ക് സൂചിപ്പിച്ചത്? എന്തിനാ മരണത്തെ ആ ഒരു നിലക്ക് വിവരിച്ച് എന്തിനാ? ഏത് തരത്തിലുള്ള ഒരു സുഖങ്ങളെയാണ് മരണം നമ്മളെ കൊല്ലുന്നത്? ഏത് തരത്തിലുള്ള സുഖങ്ങളെയാണ് മരണം ഇല്ലാതാക്കുന്നത്? ഇവിടെ സുഖങ്ങളായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കിയിട്ടുള്ളതെല്ലാം എന്താണ്? നേരത്തെ പറഞ്ഞ ഷഹവത്തിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഗഫ്ലത്തിൽ നിന്ന് വരുന്നതോ ആണ് അല്ലേ. നമ്മൾ വേണ്ടാത്തത് കാണുക, വേണ്ടാത്തത് കേൾക്കുക, വേണ്ടാത്തടത്ത് പോവുക, ഇതൊക്കെ എന്താണ്? ഷഹവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, ഒരു കവചമുണ്ട്. എങ്ങനെയാണ് മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, എങ്ങനെ അതിൽ നിന്നൊരു കവചം ഉണ്ടാക്കുന്നത്? 2-3 തലത്തിലാണത് ഉണ്ടാക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ മരണം ഓർക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിക്കും. എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാനും ഇതുപോലെ കെടുക്കാനുള്ളതല്ലേ, ഇതുപോലെ എനിക്കും എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതല്ലേ എന്നുള്ളതിൻ്റെ ഒരു സ്വയം വിചാരണ എന്തുണ്ടാവും, മരണത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെന്താ, സുഹൃദ് ഉണ്ടാവുന്ന വിരക്തി. എന്തിനോട്? നമ്മളുടെ ഈ ഒരു ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ലോകത്ത് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. എന്താ? പണം,
അല്ലെങ്കിൽ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക ലക്ഷറി, ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യും, മരണചിന്ത എന്ത് ചെയ്യും, നമ്മളെ ഒന്ന് ഡിറ്റാച്ച് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സംഭവം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് മാത്രമാണ് ആലോചിക്കുക. അല്ല, ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പം അവിടെ സ്വാഭാവികമായിട്ട് എന്ത് വരും, എൻ്റെ ഉമ്മ മരിക്കൂലേ, എൻ്റെ ഉപ്പ മരിക്കൂലേ, അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്ന, ഞാൻ പരിഗണിക്കുന്ന ചിലരൊക്കെ എന്ത് ചെയ്യും, മരിക്കും അല്ലേ. ഈ ചിന്ത എന്ത് ചെയ്യും, അങ്ങോട്ടും കൊണ്ടുപോകും. സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ഉമ്മയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല വെച്ചെങ്കിൽ എൻ്റെ മരണചിന്ത ഉമ്മ മരിക്കും എന്നുള്ള ചിന്തയിലോട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും ഇല്ലേ. മരിക്കും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ എന്ത് വരും, എൻ്റെ ഉമ്മ, ഞാൻ മരിക്കും എന്നുള്ളത് പോലെ എന്തുണ്ട്, ഉമ്മയും മരിക്കും. ഞാനും എൻ്റെ ഉമ്മയും ഇപ്പം എന്തല്ല, അത്ര ചേർച്ചയിലല്ല. നാളെ ഉമ്മ മരിച്ചാൽ ഇങ്ങനെ പോവാ രസത്തിലാവോ? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ആ തൃപ്തി നമുക്ക് കിട്ടും. ഇനി വേണ്ട, ഉപ്പ എന്നുള്ളൊരു വ്യക്തി നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്താണ്, ഭയങ്കര പ്രയോറിറ്റി ഉള്ളൊരു ഒരു ഘടകമാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ചില തീരുമാനങ്ങൾ, നമ്മളുടെ ചില താല്പര്യങ്ങളൊന്നും എന്തല്ല, യോജിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടില്ല. പല കാരണങ്ങളും മുന്നിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യൂല, അത്ര നല്ല രസത്തിലാവൂല നമ്മൾ ഉപ്പാടെ അടുത്ത് എന്ത് പോകുന്നുണ്ടാവുക. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട്, അവിടെ മാറും. അവിടെ പിന്നെന്തില്ല, പണ്ട് 2 കൊല്ലം മുന്നേ നമ്മൾ വാശി പിടിച്ച് പോയ ആ ഒരു കാര്യത്തിൽ ഇന്നും ഞാൻ നിൽക്കുമോ? ഇല്ല. നാളെ ഞാൻ മരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തില്ല, പിന്നെ എനിക്കെന്തില്ല, ഇത് പറയാനുള്ള അവസരമില്ല. അപ്പം ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെയും മരണത്തെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യും, പലപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. അതെന്ത് ചെയ്യും, കുടുംബ ബന്ധങ്ങൾ, നമ്മളുള്ള ബന്ധങ്ങൾക്ക് എന്ത് ചെയ്യും, ചെറിയ നിസ്സാരമായിട്ടുള്ള വഴക്കുകൾ എന്ത് ചെയ്യും, മാറ്റി നിർത്തിയിട്ട് ഇതിന് നമുക്കൊരു പ്രാമുഖ്യം കൊടുക്കാൻ നമ്മളെ തന്നെ എന്ത് ചെയ്യും, ഒന്ന് പരിശീലിപ്പിക്കും അല്ലെ. അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഗുണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട്, സ്വന്തത്തിലൊരു വിചാരണ ഉണ്ടാവും. അതേപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പം നമ്മളുടെ ഈ ഒരു ലോകത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന, നമുക്ക് നമ്മളുടെ ഈ ഒരു ഭൂലോകത്ത് നമുക്ക് കാണുന്ന അട്രാക്ഷൻസിനോടെല്ലാം നമുക്കൊരു വിരക്തി നമുക്ക് തോന്നും എന്നുള്ളതാണ്. പിന്നെന്താ, നമ്മളുടെ ബന്ധങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ശക്തി കൊണ്ടുവരാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യം എന്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് പുതുക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്താ, പലപ്പോഴും നമുക്ക് എന്തുണ്ട്, നമ്മുടെ ലൈസൻസ് നമുക്ക് പുതുക്കാണ്ടല്ലേ, നമുക്ക് എന്തൊക്കെ നമുക്ക് പുതുക്കാനുണ്ട്. നമ്മളൊരു അഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പുതുക്കാറുണ്ട് അല്ലെ. നമ്മളൊരു വണ്ടി വാങ്ങി അതും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യണം. എല്ലാത്തിനും എന്തുണ്ട്, ഒരു ടൈം പീരീഡ് ഉണ്ട്. അതൊരു കുറച്ച് കാലം ഓടാൻ. നമ്മൾ എന്താണ് ഈ ഒരു ലൂപ്പിലോട്ട് പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തീരുമാനിക്കുന്നുണ്ട്. ഒരു റമദാൻ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു മാസം ഒരു റമദാൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, നമ്മൾ തീരുമാനിക്കാറുണ്ട് അല്ലേ, അടുത്ത മാസം മുതൽ ഞാൻ ഭയങ്കര അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എല്ലാ സുന്നത്തും ഉണ്ട്, തഹജ്ജുദുണ്ട്, ഒക്കെ ഉണ്ട്, ഖിയാമുൽ ലൈൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അങ്ങോട്ട് പോവും എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കാറുണ്ട്. എന്തേതൊന്നും പോവാത്തെ? എത്ര റമദാനിൽ നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇതൊക്കെ ലക്ഷ്യം കണ്ടിട്ട് തന്നെ തീരുമാനിക്കുന്നത്, എന്തുകൊണ്ടതൊന്നും പോവാത്തെ? നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ നമ്മളെ വലിക്കുകയാണ്. എന്താണ്, ഉറങ്ങണം അല്ലേ, അതൊരു ആവശ്യമല്ലേ, ഭക്ഷണം കഴിക്കണം, അതൊരു ആവശ്യമാണ് അല്ലേ. അതുപോലെ പല ആവശ്യങ്ങളും എന്ത് ചെയ്യാണ്, നമ്മളെ മറ്റു സ്ഥലങ്ങളിലോട്ട് വലിക്കുകയാണ്. റബ്ബിൻ്റെ തൃപ്തി നമുക്കൊരു ആവശ്യമായിട്ട് മാറുന്നുണ്ടോ? റബ്ബിൻ്റെ 6 നോമ്പ് എടുക്കണം എന്നൊക്കെ എന്ത് ചെയ്യും, റമദാനിൽ തീരുമാനിക്കാറുണ്ട്. എന്നിട്ട് എത്ര തവണ നമ്മളെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ 6 നോമ്പ് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ കൂട്ടണ്ട, ആ ഒരു മാസത്തിൽ നമ്മൾ 6 നോമ്പ് എടുത്ത് തീർത്തിട്ടുണ്ട്. പലപ്പോഴും അത് ഉണ്ടാവാറില്ല. തീരുമാനങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഒരു ആവേശത്തിലാണ് എല്ലാം അല്ലേ. നമ്മൾ പലപ്പോഴും റമദാനിൽ ആ റമദാൻ മാസത്തിൽ നമ്മൾ പോണ സമയത്ത് നമുക്ക് ഭയങ്കര സംതൃപ്തി തോന്നുന്നുണ്ട് അല്ലേ. നമ്മൾ ഇവിടെ വരുന്നു, നോമ്പ് തുറക്കുന്നു, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് എന്തോ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ഖുർആൻ ഓതുന്നു, അത് കഴിഞ്ഞ് തറാവീഹിന് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, എന്തോ ഒരു സംതൃപ്തി. ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു ശൂന്യത എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എന്ത് റമദാൻ മാസത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഉംറ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഫുൾഫിൽമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, തോന്നാറുണ്ട് പലപ്പോഴും. ഇത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? റമദാൻ മാസം കഴിഞ്ഞ് കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ എവിടേക്കാ ഈ ശൂന്യത പിന്നെയും കയറി വരണേ?
നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റമദാൻ മാസത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? ഞാൻ മുന്നിൽ കണ്ട ലക്ഷ്യത്തിലോട്ട് എന്ത് ചെയ്യുന്നതാണ്? അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 5 വക്ത നിസ്കാരം കറക്റ്റ് ആയിരിക്കും അല്ലേ? സുന്നത്ത് നമസ്കാരങ്ങൾ കറക്റ്റ് ആയിരിക്കും. അന്ന് ആ ഒരു വർഷത്തിൽ ഓതാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓതിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ തറാവീഹോ നമ്മളെ വിത്രോ നമ്മളെ ഖിയാമുല്ലോ കൃത്യമായിരിക്കും. അത് കഴിഞ്ഞിട്ടോ അതൊന്നും ഉണ്ടാവില്ല. ഇത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുറഞ്ഞു വരും. സ്വാഭാവികമായിട്ട് വീണ്ടും എന്തോ ഒന്നില്ല എന്ന് പറഞ്ഞ ശൂന്യത ഉണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചേ, ആ ശൂന്യത ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. കഴിഞ്ഞ റമദാൻ നല്ല രസം ഉണ്ടായിരുന്നു, ഭയങ്കര രസത്തിൽ പോയി. അടുത്ത റമദാനാവട്ടെ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ നീട്ടി വെക്കും. അടുത്ത റമദാനിൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും അടിപൊളിയാവും എന്നുള്ളത്. അതെന്തേ ഇന്ന് തുടങ്ങാൻ പറ്റാത്ത? ഇന്ന് നിങ്ങളെല്ലാവരും റമദാനിലാണ്, അവസാനത്തെ 10-ലാണ്. എല്ലാവരും എല്ലാ റമദാനിലും എടുക്കുന്ന പോലെ പല തീരുമാനങ്ങളും നമ്മൾ ഈ റമദാനിൽ എടുക്കാറുണ്ട് അല്ലേ? എടുത്തിട്ടുണ്ടാവും എല്ലാവരും സ്വാഭാവികമായിട്ട്. അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. ഈ റമദാനിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ തീരുമാനങ്ങളൊക്കെ ശക്തിയാവും. ഏതുപോലെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ട് അല്ലേ? 2025 ജനുവരി 1 മുതൽ തുടങ്ങാനുള്ള ചിലത്, 2026 ജനുവരി 1 മുതൽ തുടങ്ങാനുള്ളത് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് തീരുമാനങ്ങളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോരുത്തർ ജിമ്മിൽ ചെന്ന് ചേരും. എന്നിട്ടോ 4 ദിവസം പോവും. അത് കഴിഞ്ഞ് എന്തേ നിൽക്കണതെല്ലാം നമ്മൾ ഓരോ റമദാനും കഴിഞ്ഞിട്ട് നമ്മൾ പലതും തീരുമാനിക്കാറുണ്ട്. നമ്മൾ ഓരോന്നും തുടങ്ങി വെക്കലുണ്ട്. ഒരു ദിവസം ഓതണം, അല്ല വേണ്ട, ഒരു 5 പേജ് ഒരു ദിവസം ഓതണം എന്ന് എന്ത് ചെയ്യാറുണ്ട്? പലരും തീരുമാനിക്കാറുണ്ട്. എന്തൊന്നും നടക്കാത്ത പലതും എന്തല്ല, ഇന്നൊരു ആവേശത്തിലാണ് നിൽക്കുന്നത്. എന്തുണ്ട്? ഇന്ന് ഞാൻ കാണുന്ന അനുഭവിക്കുന്ന ഈ ഒരു സംതൃപ്തിയിലുള്ള ഒരു ആവേശത്തിലാണ് തീരുമാനങ്ങൾ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ പ്രയോറിറ്റീസ് മാറും. റമദാനിലുള്ള പ്രയോറിറ്റി ആണോ റമദാൻ കഴിയുമ്പോൾ? റമദാനിൽ നിസ്കരിക്കാൻ കയറുന്ന പ്രയോറിറ്റി നമുക്ക് കഴിഞ്ഞിട്ട് തോന്നലുണ്ടോ? ഇല്ലല്ലോ. റമദാനിൽ ഇപ്പം അവസാനത്തെ 10 നമുക്ക് ഖിയാമുല്ലൈലിനോ തഹജ്ജുദിനോ എഴുന്നേക്കണം എന്ന് തോന്നുന്ന ഒരു പ്രയോറിറ്റി നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട് തോന്നലുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ പ്രയോറിറ്റീസ് മാറും. അപ്പം അതെന്ത് ചെയ്യും? ഇത് മെല്ലെ മെല്ലെ ഫെയ്ഡാവും. നമ്മളിത് അറിയോ? ഇത് കുറയണത് നമ്മളറിയോ? ഇല്ല. ഇത് മെല്ലെ മെല്ലെ കുറയുള്ളൂ. ചിലപ്പോൾ ഒരു ആഴ്ച, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ 2 മാസം കൂടിയുന്നുണ്ടാവും. അത്രയും ബലമുള്ളവർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതും എന്ത് ചെയ്യും? കുറയും. ഇത് പിന്നെ ഇല്ലാതായത് എന്ത് ചെയ്യൂല? നമ്മളാരും തിരിച്ചറിയലില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലെത്തും. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരിക, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരിക, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റ് വരിക, സ്വാഭാവികമായിട്ട് വീണ്ടും പടച്ചോനെ ആലോചിക്കും അല്ലേ? വീണ്ടും പടച്ചോനെ കുറിച്ച് ഓർക്കും. അപ്പം ഞാൻ എൻ്റെ തഹജ്ജുദൊക്കെ എവിടെ നിന്ന്, എൻ്റെ നോമ്പൊക്കെ എവിടെ നിന്ന്, എൻ്റെ ഖുറാനത്തൊക്കെ എവിടെ മാറിയേ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കും. 2 മാസമായിപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? നിസ്കാരവും പരിപാടികളൊന്നും ഇല്ലാണ്ടായിട്ടപ്പോൾ ഏകദേശം എന്തായിട്ടുണ്ട്? 2 മാസമായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഇടയിൽ എന്താ വന്നപ്പം പ്രയോറിറ്റി ആയത്? എന്താ പിന്നെ? ജോലി അല്ലേ? രസങ്ങൾ, ട്രിപ്പ് പോവുക. ഇതൊന്നും വേണ്ടെന്നല്ല. നമുക്ക് ജോലി വേണം, നമുക്ക് ബിസിനസ് വേണം, നമുക്ക് ട്രിപ്പ് വേണം, നമുക്ക് രസങ്ങളെല്ലാം വേണം. എന്തിനേക്കാളാവരുത്? നമ്മളുടെ ആത്യന്തികമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്ന ലക്ഷ്യമുണ്ട്, അതിനേക്കാൾ അപ്പുറത്തോട്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ. സന്തോഷങ്ങൾ വേണം ജീവിതത്തിൽ എല്ലാ സംതൃപ്തികളും നമുക്ക് വേണം. നമ്മൾ ടൂർ പോകണം, ട്രിപ്പും പോകണം, ഇൻ്റർനാഷണൽ പോകണം, എല്ലാം പോകണം. പക്ഷെ ഇതെല്ലാം മറന്നിട്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു രീതി അല്ലേ? ഞാൻ പ്രത്യേകിച്ച് ഒരു ദിവസം 8-10 ആൾക്കാരെ സെഷൻസിൽ പോകാറുണ്ട്. പലപ്പോഴും ഇതൊരു വിഷയമാവാറുണ്ട്. ജീവിതത്തിൽ എന്നുള്ളത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ? ഇതൊക്കെ നല്ല നിലക്കൊക്കെ പോയി, നല്ല ഭാര്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ലതുണ്ട്. എന്നിട്ട് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പലപ്പോഴും ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല. കാരണം എന്താ? ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ഇരിക്കുമ്പം, ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഇരിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദീന് പറയാൻ പറ്റില്ല അല്ലേ? ഇനി ആളുടെ പേര് വേറെ വല്ലതും ആവുമ്പം, വേറെ ചില മതസ്ഥരാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രൊഫഷണൽ സെറ്റിംഗ് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ദീന് പറയാൻ പറ്റില്ല. ഇന്നത് കൊണ്ടാണ് ഈ ശൂന്യത എന്ന് ഈ പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ? ഇല്ല. പലപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഇത് പറയണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, എൻ്റെ സാഹചര്യം അനുവദിക്കില്ല. അവരോടൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറയുന്നതിന് എളുപ്പമുണ്ട് അല്ലേ? എന്താണ് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമുണ്ട് അല്ലേ? ദീനും റബ്ബൊന്നും ഇല്ലാത്തൊരു ആളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും എന്നുള്ള ഉത്തരം? നാളെ പരലോകത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങുക, അല്ലെങ്കിൽ ഒരു നന്മ ലഭിക്കുക എന്നുള്ളൊരു ഉത്തരമായി മാറാറുണ്ടോ? അപ്പം എന്തായിരിക്കും അവർ ജീവിതത്തിൽ ഒരു ഉത്തരം കാണുന്നത്? എന്തിനു വേണ്ടി എല്ലാം കരസ്ഥാക്കണേ? ഒന്നിനൊരു ഉത്തരമല്ല, എല്ലാതും ഇന്നത്തെ രസങ്ങളാണ് അല്ലേ? പലപ്പോഴും
പല ആളുകളും പല ഒരു എന്താ പറയുക സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെ അബ്യൂസസിലോട്ടൊക്കെ പോയിട്ട് നമ്മളെടുത്തോട്ട് വരാറുണ്ട്. അവരോടൊക്കെ ഒരു ജസ്റ്റിസ് എന്ത് ചെയ്യാറില്ല, ഉണ്ടാവാറില്ല. പലരും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചവർ ആക്രമിച്ചവരൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളെ സെഷൻസിൽ. പക്ഷെ ഇവരോടൊന്നും ഉണ്ടാവാറില്ല. ജസ്റ്റിസ് എന്തല്ല, നമുക്ക് ഇവരോട് ഒന്നും എന്തല്ല കൊടുക്കാൻ പറ്റാറില്ല. കാരണം എന്താ, നമ്മളുടെ ഈ ഒരു ദീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തതിന് എന്തുണ്ട്, നാളെ റബ്ബിൻ്റെ ഒരു ലോകത്ത് ആ ഒരു കോടതിയിൽ എന്തുണ്ട്, ഒരു ശിക്ഷ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് അതില്ലാത്തത് കൊണ്ട് ഈ ഒരു ലോകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാം എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? നാളെ പരലോകത്ത് വെച്ച് റബ്ബ് അവന് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത്രത്തോളം എന്തുണ്ട്, അനുഗ്രഹം ഉള്ളവരാണ് നമ്മൾ. ഈ ദീനിൽ നമ്മൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, നമുക്ക് ആ ഒരു ഹിദായത്ത് എന്ന് പറയുന്ന ഒരു തൗഫീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ജീവിതത്തിൽ സംതൃപ്തി നേടാനുള്ള ഏറ്റവും വലിയൊരു താക്കോല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റബ്ബ് അത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഒരു തൗഫീക്ക് റബ്ബ് തന്നതുകൊണ്ടാണ് നമുക്ക് ഹിദായത്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് പ്രോപ്പറായിട്ട് നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളതല്ലേ. നല്ലൊരു വണ്ടി ഒരാൾ വാങ്ങിച്ചു തന്നിട്ട് പിന്നെ അത് പൊടി പിടിപ്പിച്ചിടുക, കൊണ്ടടക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ എന്താ അയാൾ പറയാം? നല്ലൊരു വണ്ടി ഒരാൾക്ക് ഒരു സാധനം എന്ത് ചെയ്തു, ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ സമ്മാനമായിട്ടോ ഒരാൾ കൊടുത്തു. അയാൾ എന്ത് ചെയ്യാണ്, ഉള്ള പൊടിയും ഉള്ള മഴ ഇതൊക്കെ കൊണ്ട് അത് അവിടെ ഇങ്ങനെ ഇടുക, ശ്രദ്ധ ഇല്ല, സർവീസ് ചെയ്യില്ലൊന്നും ചെയ്യൂല. എന്താ നമ്മൾ അയാളോട് പറയാം? എനിക്കൊരു സാധനം ഒരാൾ തന്നിട്ട് അതൊന്ന് കൊണ്ടുവന്നൂടെ, വെറുതെ കിട്ടിയതായതിൻ്റെ ഒരു ഇതുണ്ടാവൂലേ നമ്മൾ ചോദിക്കൂലേ? നമുക്ക് ഈ ഹിദായത്തൊക്കെ വെറുതെ കിട്ടിയതായതുകൊണ്ട് നമുക്ക് അതിനോടൊരു ഇല്ലായ്ക തോന്നുന്നുണ്ടോ? അതിനോടൊരു ബഹുമാനം ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതിനോട് നമുക്കൊരു വേർത്ത് ഫീൽ ചെയ്യാത്തൊരു ഇതുണ്ടോ നമുക്ക്? അതുണ്ടെങ്കിൽ അതിനെ ഞാൻ സൂചിപ്പിച്ചതാണ്. നമുക്ക് എന്തുണ്ട്, ഈ അനുഗ്രഹം ഉണ്ട് ജീവിതത്തിൽ. എന്ത് എന്നുള്ളതിന് നമുക്കൊരു ഉത്തരമുണ്ട്. നമ്മളുടെ ഈ ഒരു നാട്ടിൽ ഭൂരിഭാഗം ആളുകൾക്ക് എന്തില്ല, അതില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് എന്നുള്ളത് ഇല്ല. ഒരുപാട് സുഖങ്ങളുണ്ട്, അതിനപ്പുറത്തോട്ട് എന്ത് എന്നുള്ളതിന് എന്തില്ല, ഉത്തരമല്ല. നമുക്കതുണ്ട് എങ്കിൽ ആ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കാതിരിക്കുക. ജീവിതം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുക, ശീലിക്കുക എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു പർപ്പസ് ഇല്ലാത്തടത്ത്, നമുക്കൊരു ലക്ഷ്യമില്ലാത്തടത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, തിന്മകളിലോട്ട് വഴുതി പോവും. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായിട്ട് ഒരുപാട് തിന്മകൾ വരും. നമുക്കതിനോട് നമ്മൾ ശീലമായി മാറുന്നിടത്ത് നമുക്ക് അതിനോടൊരു കുറ്റബോധം, നേരിട്ടറിയുന്ന രൂപത്തിൽ കുറ്റബോധം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ, മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിനെ ഇരുട്ടിലാക്കും. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്തുണ്ട്, ജീവിതത്തിൽ ശൂന്യതയാണ്. ഈ ശൂന്യത റമദാൻ മാസത്തിൽ മാറുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണമുണ്ട്. റബ്ബിൻ്റെ അടുത്തോട്ടൊരു തഖാറുബിൽ എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ശൂന്യത മാറുന്നുണ്ടെങ്കിൽ ആ അടുപ്പം നിലനിർത്തുക എന്നുള്ളിടത്താണ് നമുക്കുള്ള അതിനുള്ള ഉത്തരം, അല്ലേ? ഇന്നിപ്പം നമുക്ക് നമ്മുടെ യുവാക്കളിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ ഒരുപാട് കാണുന്നതാണ് എന്ത്, അക്രമങ്ങൾ, അല്ലേ? എന്തുകൊണ്ട് അക്രമങ്ങൾ? ഇവരൊക്കെ എന്താ ചിന്തിക്കുന്നത്? അടിച്ചു കഴിഞ്ഞാൽ, എന്തോ അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, അല്ലേ? ബഹുമാനം കിട്ടും, അധികാരം കിട്ടും, പറഞ്ഞാൽ കേൾക്കും. ഇതാരാ പഠിപ്പിച്ചേ? അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്രമം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വേണ്ടത് നടക്കുമെന്ന് ആരാ പഠിപ്പിച്ചേ? ആ ന്യൂസൊക്കെ വരണങ്ങനെ, ആ ന്യൂസൊക്കെ കാണുന്നതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണലില്ലേ, തല്ലി വളർത്താത്തതിൻ്റെന്ന്, അല്ലേ? ഈ തല്ലലെന്താപ്പോൾ അവർക്ക് വേണ്ടത് നടത്തിക്കാനുള്ള സൊല്യൂഷൻ തന്നെയല്ലേ തല്ല? അതന്നെയല്ലേ കുട്ടികളും ചെയ്തത്, അല്ലേ? അപ്പം ഇതിലെന്തുണ്ട്, ഈ ഡോമിനൻസ്, ഈ റെസ്പെക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ദേഷ്യം കാണിച്ചിപ്പോൾ അക്രമം അഴിച്ചു വെച്ചിട്ടാന്നൊക്കെ എന്ത് ചെയ്യാണ്, തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഈ തോന്നലുണ്ടാവണേ? എനിക്ക് എന്നോട് എന്തുണ്ട്, ഒരു ശൂന്യത ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എന്നോടൊരു ബഹുമാനം തോന്നണില്ല, എനിക്ക് എന്നോടൊരു വില തോന്നണില്ല. ഇതൊക്കെ എന്ത് ചെയ്യും, റബ്ബിനോടുള്ള അടുപ്പത്തിൽ എന്ത് ചെയ്യും, ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിലെന്ത് ചെയ്യുക, ഇതിനനുസരിച്ചിട്ട് ജീവിതത്തെ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക, ചിട്ടപ്പെടുത്താൻ നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള അടുപ്പം സാമീപിക്കാൻ എന്ത് ചെയ്യുക, എല്ലാവരും പരിശ്രമിക്കുക. ഈ റമദാൻ അതിനെന്തുണ്ടാ ഒരു പുണ്യ അവസരമാണ്. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പരമാവധി ഉപയോഗിച്ച് അതിന് അടുത്ത മാസങ്ങളിലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.